എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തിനാണ് ആണ് അല്ലെങ്കിൽ പെണ്ണ് ആയിട്ട് ജനിച്ചത്? നമുക്ക് ചുറ്റും ജീവനുള്ള ഒരുപാട് മൃഗങ്ങളും ജീവികളും ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം മനുഷ്യനായി ജനിച്ചു. എന്താണ് ഈ ജന്മത്തിന്റെ ഉദ്ദേശം? സത്യത്തിൽ നമ്മളിൽ പലരും ഒരു മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം അറിയാതെ ജീവിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മനുഷ്യജന്മത്തെക്കുറിച്ച് നമ്മുടെ വേദങ്ങളും ഗ്രന്ഥങ്ങളും എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നാരായണീയം എന്ന ഗ്രന്ഥത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. ഹന്ത ഭാഗ്യം ജനാനാം. എന്തൊരു ഭാഗ്യമാണ് ഞാൻ മനുഷ്യനായി ജനിച്ചത് എന്നാണ് അർത്ഥം. ഇത് വെറുമൊരു കാവ്യാത്മകമായ വരി അല്ല, മറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു തിരിച്ചറിവാണ്. ഇത് ആനന്ദത്തിന്റെ ഒരു പ്രവാഹമാണ്. മനുഷ്യജന്മം ലഭിച്ചതിന് ശേഷം അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന ഒരു സന്തോഷവാക്യമാണ് ഹന്ത ഭാഗ്യം ജനാനാം. വേദാന്തത്തിൽ ഒരു ധ്യാന ശ്ലോകം ഉണ്ട്. ആ ശ്ലോകം ഇതാണ്: ധന്യോഹം 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 അഹം ധന്യഃ. ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ ശരിക്കും അനുഗ്രഹീതനാണ്. വേദാന്തം പറയുന്നത് ഈ മനുഷ്യജന്മം തന്നെ ഏറ്റവും വലിയ ഒരു ഈശ്വര അനുഗ്രഹമാണ്. ഒരുപാട് സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം അനുഗ്രഹമായി തീരുന്നത്. വിജയം കൊണ്ടോ നേട്ടങ്ങൾ കൊണ്ടോ അല്ല മനുഷ്യജീവിതം അനുഗ്രഹമാകുന്നത്. മറിച്ച് ഒരു മനുഷ്യന് മാത്രമേ ഞാൻ ആര് എന്ന ചോദ്യം ചോദിക്കാൻ കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന് മാത്രമേ സത്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. ഒരു മനുഷ്യന് മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ജന്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ ഞാൻ ശരിക്കും അനുഗ്രഹീതനാണ് എന്ന ചിന്ത സ്വാഭാവികമായി ഉണ്ടാകുന്നു. ഇനി നമുക്ക് ശാസ്ത്രം എന്താണ്, പരിണാമ സിദ്ധാന്തം എന്താണ് മനുഷ്യജന്മത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ പ്രകാരം മനുഷ്യജന്മം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായ പുരോഗതിയാണ്. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ ഒരുപാട് ശാസ്ത്രീയ നാമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് മുന്നിലുള്ള തലമുറയുടെ പേര് ശ്രദ്ധിക്കൂ. ഹോമോ ഇറക്ടസ്. ഇറക്ടസ് എന്ന വാക്കിന് നിവർന്നു നിൽക്കുക എന്നാണ് അർത്ഥം. അതായത് an upright man. ഒരു മനുഷ്യൻ നട്ടെല്ല് നിവർത്തി നടക്കുന്നത് ഒരു വലിയ നേട്ടമായി ശാസ്ത്രലോകം കണ്ടു. അതുകൊണ്ടാണ് ആ ശാസ്ത്രീയ നാമം നൽകിയത്. എന്നാൽ നമ്മുടെ തലമുറയിലെ മനുഷ്യന്റെ ശാസ്ത്രീയ നാമം നോക്കൂ: ഹോമോ സാപ്പിയൻസ്. സാപ്പിയൻസ് എന്ന വാക്കിന് വിവേകമുള്ള, ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ ശാസ്ത്രം പോലും നമ്മളെ വിവേകമുള്ള മനുഷ്യനായിട്ടാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ പരിണാമം ഇവിടെയും അവസാനിക്കുന്നില്ല. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ശാസ്ത്രജ്ഞൻ പറയുന്നു. ഒരു 100 വർഷങ്ങൾക്ക് ശേഷം പുതിയ ഒരു മനുഷ്യന്മാർ ഉണ്ടാകാം. പക്ഷേ നമ്മളുടെ ചോദ്യം ഇന്ന്, നമ്മൾ ശരിക്കും നമ്മുടെ വിവേകത്തെ ഉപയോഗിക്കുന്നുണ്ടോ? വേദങ്ങൾ പറയുന്നത് ബുദ്ധ്യാവിഹീന പശുബിർ സമാന എന്നാണ്. അതായത് മനുഷ്യന് വിശേഷമായി ലഭിച്ചിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കാത്തവൻ മൃഗതുല്യനാണെന്നാണ്. ഇനി നമുക്ക് വേദാന്തത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് നോക്കാം. ജഗദ്ഗുരു ശങ്കരാചാര്യർ ഈ വിഷയത്തെക്കുറിച്ച് മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു ശ്ലോകം പറയുന്നു. ശ്ലോകം ഇതാണ്: ദുർലഭം ത്രയമേവൈതാത് ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഃ. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ദുർലഭം, വളരെ അപൂർവമായി, ത്രയം ഏവൈതാത്, 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. വളരെ വളരെ ദുർലഭമായി, അപൂർവമായിട്ടാണ് 3 കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവാനുഗ്രഹ ഹേതുകം. ഹേതു എന്നാൽ കാരണം. ദൈവാനുഗ്രഹം എന്ന കാരണം കൊണ്ട് മാത്രം സംഭവിക്കുന്ന 3 അപൂർവമായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തേത് മനുഷ്യത്വം, ഒരു മനുഷ്യജന്മം ലഭിക്കുക എന്നത്. രണ്ടാമത്തേത് ആ ലഭിച്ച മനുഷ്യജന്മത്തിൽ മോക്ഷത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാവുക എന്നത്. മൂന്നാമത്തേത് മഹാപുരുഷ സംശ്രയം, മോക്ഷത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നത്. ഈ 3 കാര്യങ്ങളാണ് ശങ്കരാചാര്യർ വളരെ അപൂർവമായി സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ട്രൈഫെക്റ്റ എന്ന് കേട്ടിട്ടുണ്ടോ? വിദേശ രാജ്യങ്ങളിൽ കുതിരപ്പന്തയങ്ങളിലും ചൂതാട്ട കേന്ദ്രങ്ങളിലും ജാക്ക്പോട്ട്, ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. ഒരു മനുഷ്യന് 3 ജാക്ക്പോട്ടുകൾ ഒരുമിച്ച് ലഭിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ.
നമുക്കറിയാം ഒരു ജാക്ക്പോട്ട് കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി 3 ജാക്ക്പോട്ടുകൾ ഒരുമിച്ച് ലഭിക്കുന്ന അവസ്ഥയാണ് ട്രൈഫെക്റ്റ. ശങ്കരാചാര്യർ അതുപോലെ ഒരു സ്പിരിച്വൽ ട്രൈഫെക്റ്റ ആണ് പറയുന്നത്. ആദ്യത്തേത് മനുഷ്യത്വം, ഒരു മനുഷ്യജന്മം ലഭിക്കുക എന്നത്. രണ്ടാമത്തേത് മോക്ഷം, മുമുക്ഷുത്വം, മോക്ഷം വേണമെന്ന ആഗ്രഹം ഉണ്ടാവുക എന്നത്. മൂന്നാമതായി മോക്ഷത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു ഗുരുവിനെ ലഭിക്കുക എന്നത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും വിശദമായി നോക്കാം. ആദ്യത്തെ അനുഗ്രഹം മനുഷ്യത്വം, ഒരു മനുഷ്യനായി ജനിക്കുക എന്നത്. ഒരു മനുഷ്യനായി ജനിക്കുക എന്നത് വളരെ അപൂർവമാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, പുരാണങ്ങൾ പറയുന്നത് 84 ലക്ഷം, അതായത് 8.4 മില്യൺ യോനികളിലൂടെ, യോനി എന്നാൽ ഗർഭപാത്രം, 84 ലക്ഷം ഗർഭപാത്രങ്ങളിലൂടെ കടന്നതിന് ശേഷമേ ഒരു സൂക്ഷ്മ ശരീരത്തിന് മനുഷ്യജന്മം ലഭിക്കുകയുള്ളൂ എന്നാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങളെടുത്ത ഈ ജന്മത്തിന് മുൻപ് 84 ലക്ഷം ജന്മങ്ങൾ നിങ്ങൾ കടന്നുപോയിരിക്കുന്നു. നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണ്, പക്ഷെ പുരാണങ്ങൾ ഇതാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യജന്മം ലഭിക്കുക എന്നതിൻ്റെ ആദ്യത്തെ അപൂർവത ഇത് തന്നെയാണ്. അതാണ് മനുഷ്യജന്മത്തെ ഇത്ര അപൂർവവും സവിശേഷവുമാക്കുന്നത്. ഇനി നമുക്ക് മനുഷ്യജന്മത്തിന്റെ സവിശേഷതകൾ നോക്കാം. ആദ്യം നമുക്ക് ഒരു മനുഷ്യനും മറ്റുള്ള മൃഗങ്ങളും തമ്മിലുള്ള പൊതുവായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഗ്രന്ഥങ്ങളിലെ ഒരു ശ്ലോകം പറയുന്നത് ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യം ഏതത് പുരുഷ നരാണാം എന്നാണ്. അതായത് ഒരു മനുഷ്യനും മൃഗങ്ങൾക്കും പൊതുവായി കാണുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് ആഹാരം, ഭക്ഷണം. രണ്ടാമത്തേത് നിദ്ര, ഉറക്കം. മൂന്നാമത്തേത് ഭയം, നമുക്കും മൃഗങ്ങൾക്കും ഭയമുണ്ട്. നാലാമത്തേത് മൈഥുനം, റീപ്രൊഡക്ഷൻ. ഈ 4 കാര്യങ്ങൾ മനുഷ്യനും മൃഗത്തിനും കോമൺ ആയി വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ മനുഷ്യന് മാത്രം വരുന്ന സവിശേഷത എന്താണ്? ഈ ശ്ലോകത്തിന്റെ 2ാമത്തെ വരിയിലാണ് അത് പറയുന്നത്. ബുദ്ധിർ ഹിതേഷാം അധികോ വിശേഷ ബുദ്ധ്യ വിഹീന പശുബിർ സമാന. മനുഷ്യജന്മത്തെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഈ ശ്ലോകത്തിൽ 2ാമതായി വ്യക്തമായി പറയുന്നു വിശേഷ ബുദ്ധി, ഹൈ ഇന്റലക്ട്. മൃഗങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിലും മനുഷ്യരുടെ അത്ര വിശേഷമുള്ളതല്ല. ഈ വിശേഷമുള്ള ബുദ്ധി നമുക്ക് ഡിസ്ക്രിമിനേഷൻ, വിവേകം തരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മൃഗങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ ആണ്, സഹജമായ പെരുമാറ്റങ്ങളാണ്. എന്നാൽ ഒരു മനുഷ്യന് മാത്രമേ ചിന്തിച്ച് പ്രവർത്തിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഇൻസ്റ്റിങ്ക്റ്റീവ് അല്ല, ഡിസ്ക്രിമിനേറ്റീവ് ആണ്. മൂന്നാമത്തേത് വേദങ്ങൾ പറയുന്നു പുരുഷാർത്ഥം, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള കഴിവ്. ഇത് മനുഷ്യന് മാത്രം ഉള്ളതാണ്. ലോകത്ത് മറ്റ് ഒരു ജീവജാലങ്ങൾക്കും പുരുഷാർത്ഥം ഇല്ല. നാലാമതായി വിചാരം, ചോദ്യം ചോദിക്കാനുള്ള കഴിവ്. പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ആര് എന്ന ചോദ്യം മനുഷ്യനല്ലാതെ വേറെ ആർക്ക് ഈ ലോകത്ത് ചോദിക്കാൻ സാധിക്കും? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം, മനുഷ്യജന്മത്തിന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുള്ളൂ. അവസാനമായി മുമുക്ഷുത്വം, മോക്ഷം, ലിബറേഷൻ, എൻലൈറ്റൻമെന്റ്. ഇതിനു വേണ്ടി പ്രയത്നിക്കാൻ ഒരു മനുഷ്യജന്മത്തിനല്ലാതെ വേറെ ഒരു ജന്മത്തിനും കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ 2ാമത്തെ അപൂർവമായ അനുഗ്രഹമാണ് മുമുക്ഷുത്വം. എന്താണ് മുമുക്ഷുത്വം? മോക്ഷത്തിന് വേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം. ചില ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത് തലയ്ക്ക് തീ പിടിച്ച ഒരാളെ സങ്കല്പിക്കൂ. അയാളുടെ ആദ്യത്തെ ആഗ്രഹം എന്തായിരിക്കും? ഏതെങ്കിലും കുളത്തിലോ കിണറിലോ ചാടി ഈ തീ കെടുത്തുക എന്നതായിരിക്കും. അതുപോലെയാണ് മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്നത് ഒരുപാട് ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ആഗ്രഹമല്ല, മറിച്ച് എല്ലാ ആഗ്രഹത്തിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു തീവ്രമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം. ഞാൻ ആര്? എൻ്റെ യാഥാർത്ഥ്യം എന്ത്? എനിക്ക് എങ്ങനെ ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിതരാകാൻ കഴിയും എന്നീ കാര്യങ്ങളെക്കുറിച്ച് തീവ്രമായി അറിയാനുള്ള ആഗ്രഹമാണ് മുമുക്ഷുത്വം. ബൈബിളിൽ ഒരു വാചകമുണ്ട്, അത് ഇതാണ്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഇത് ആത്മജ്ഞാനം നേടുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. 5ാം നൂറ്റാണ്ടിൽ ഏതൻസ് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ലോക പ്രശസ്തനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറയുന്നത് ദി അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ്. അതായത് ആത്മപരിശോധന നടത്താത്ത അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന് പരിശ്രമിക്കാത്ത ജീവിതം ജീവിക്കാൻ പോലും യോഗ്യമല്ല എന്ന് പറയുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു പോയിന്റിലേക്കാണ്.
നോ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തിരിച്ചറിയൂ. ഇതാണ് മുമുക്ഷുത്വം, രണ്ടാമത്തെ അപൂർവമായ അനുഗ്രഹം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും മോക്ഷത്തിലേക്കുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ മുമുക്ഷുത്വം വന്നു എന്ന് വിചാരിക്കൂ. അപ്പോൾ മോക്ഷത്തിലേക്ക് നമ്മളെ ആര് നയിക്കും? അവിടെയാണ് ഒരു ഗുരുവിന്റെ പ്രാധാന്യം വരുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ അനുഗ്രഹം, മഹാപുരുഷ സംശ്രയം. നിങ്ങൾക്ക് മോക്ഷം നേടണമെന്ന ആഗ്രഹം ഉണ്ടായി എന്ന് വിചാരിക്കൂ. എന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല. അതിന് നിങ്ങളെ സഹായിക്കാൻ, മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരു ജ്ഞാനമുള്ള ആൾ വേണം. അതാണ് ഗുരു. ഗുരു എന്നത് രണ്ട് സംസ്കൃത പദങ്ങളുടെ കോമ്പിനേഷൻ ആണ്. ഗു എന്നാൽ ഇരുട്ട് എന്നും രു എന്നാൽ റിമൂവർ, എക്സ്പെല്ലർ, അതിനെ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അപ്പോൾ ഗുരു എന്ന വാക്കിന് നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെ നീക്കുന്നവൻ എന്നാണ് അർത്ഥം. ഇവിടെ ഡാർക്ക്നെസ്, ഇരുട്ട് എന്നത് അജ്ഞാനമായിട്ടാണ് പ്രതിപാദിക്കുന്നത്. പ്രകാശം എന്നത് ജ്ഞാനമായി പ്രതിപാദിക്കുന്നു. നമുക്കറിയാം, ഇരുട്ടിനെ നീക്കണമെങ്കിൽ പ്രകാശത്തിന് മാത്രമേ കഴിയൂ. അപ്പോൾ ഗുരു ആരാണ്? ഈ ജ്ഞാനം നേടിയ ആളാണ്, ഈ ജ്ഞാനം കയ്യിലുള്ള ആളാണ്. ഗുരു എന്നാൽ ഈ അറിവുള്ള ആൾ മാത്രമല്ല, നിങ്ങൾക്ക് ഈ അറിവ് പകർന്നു തരാൻ പ്രാപ്തിയുള്ള ആളുകൂടിയാണ്. നിങ്ങളുടെ അജ്ഞാനം നീക്കാൻ ശേഷിയുള്ള ആളുകൂടിയാണ്. അതുകൊണ്ട് വേദാന്തത്തിൽ ഗുരുവിന് വലിയ പ്രാധാന്യമുണ്ട്. ഗുരു എന്നാൽ കേവലം ഒരു മനുഷ്യനോ വ്യക്തിയോ അല്ല, മറിച്ച് ഒരു തത്വമാണ്. അതാണ് ഗുരു തത്വം. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരും, ഞാൻ എങ്ങനെ ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തും? പ്രിയമുള്ളവരെ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജ്ഞാനം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് ഏത് തരം ജ്ഞാനം ആയിക്കോട്ടെ, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം. ഇന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുരുക്കന്മാരെ കാണാൻ കഴിയും. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇതിൽ നിന്ന് ഒരു യഥാർത്ഥ ഗുരുവിനെ എങ്ങനെ തിരഞ്ഞെടുക്കും? നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് സ്പിരിച്വൽ റിലേറ്റഡ് വീഡിയോസ് കാണുന്ന ആളായിരിക്കും. ഒരുപാട് ഗുരുക്കന്മാരുടെ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഒരു യഥാർത്ഥ ഗുരു എങ്ങനെയുള്ള ആൾ ആവണം? ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. മുണ്ടക ഉപനിഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. ഉപനിഷത്ത് പറയുന്നത് ഒരു ഗുരു എന്ന ആൾക്ക് രണ്ട് ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ആദ്യത്തേത് ശ്രോത്രിയം, ശ്രുതിയെക്കുറിച്ചുള്ള അറിവ്. അതായത് ഒരു ഗുരു എന്ന വ്യക്തിക്ക് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. അടുത്തത് ബ്രഹ്മനിഷ്ഠം, സ്വരൂപത്തെക്കുറിച്ച് അറിഞ്ഞവനാവണം ഒരു ഗുരു. ഞാൻ ബ്രഹ്മമാണ് എന്ന അറിവിൽ നിലകൊള്ളുന്ന ആളായിരിക്കണം. കേവലം ഇന്റലക്ച്വൽ അറിവ് മാത്രമല്ല, അപരോക്ഷ ജ്ഞാനം സിദ്ധിച്ച ആളാവണം. ഇത് രണ്ടുമില്ലെങ്കിലും ആ വ്യക്തി ഒരു യഥാർത്ഥ ഗുരുവല്ല എന്ന് മുണ്ടക ഉപനിഷത്ത് പറയുന്നു. അപ്പോൾ യൂട്യൂബിലുള്ള മറ്റു ഗുരുക്കന്മാർ ആരാണ്? അവരെ വേദാന്തം വിളിക്കുന്നത് ഉപഗുരു എന്നാണ്, അതായത് സെക്കൻഡറി ടീച്ചേഴ്സ്. പ്രിയമുള്ളവരെ, നമ്മൾ ഗുരു തത്വത്തെക്കുറിച്ച് വിശദമായ വീഡിയോ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. ശങ്കരാചാര്യരുടെ സ്പിരിച്വൽ ട്രൈഫെക്റ്റ, 3 അപൂർവ അനുഗ്രഹങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തേത് മനുഷ്യത്വം, ഒരു മനുഷ്യജന്മം ലഭിക്കുക എന്നത്. രണ്ടാമത്തേത് മുമുക്ഷുത്വം, ഈ ലഭിച്ച മനുഷ്യജന്മത്തിൽ മോക്ഷം നേടാനുള്ള ആഗ്രഹം ഉണ്ടാകുക എന്നത്. മൂന്നാമത്തേത് മഹാപുരുഷ സംശ്രയം, മോക്ഷത്തിലേക്ക് നയിക്കാൻ നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നത്. ഇതിൽ ആദ്യത്തേത് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ അടുത്ത രണ്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തേണ്ടതാണ്. എന്നാൽ നിങ്ങൾ ഒരു ആത്മീയ യാത്ര ആരംഭിക്കാൻ തയ്യാറെടുത്താൽ മറ്റ് രണ്ടെണ്ണം തനിയെ നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്ന് വേദാന്തം പറയുന്നു. മുമുക്ഷുത്വവും മഹാപുരുഷ സംശ്രയവും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നുകൊള്ളും. വേദാന്തം പറയുന്നത് ജനനം എല്ലാവർക്കും ലഭിക്കും. എന്നാൽ ഒരു പൂർണ്ണ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് ബോധപൂർവമായ പരിശ്രമം ആവശ്യമാണ്. മനുഷ്യജന്മം എന്നത് കേവലം ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കുന്നതിനോ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു കാലയളവോ അല്ല, മറിച്ച് സത്യം മനസ്സിലാക്കി സ്വാതന്ത്ര്യം നേടാനുള്ളതാണ്, മോക്ഷം നേടാനുള്ളതാണ്, എൻലൈറ്റൻമെന്റ് നേടാനുള്ളതാണ്. വേദാന്തത്തിന്റെ ജ്ഞാനവും ഗുരുക്കന്മാരും ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നു. നിങ്ങളുടെ ജന്മം ധന്യമായി തീരട്ടെ.
നമ്മൾക്ക് ഓരോരുത്തർക്കും ആനന്ദത്തോടെ പറയാൻ കഴിയട്ടെ, ഹന്ത ഭാഗ്യം ജനാനാം. മനുഷ്യജന്മം ലഭിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.